ഹായ്, ഞാനിവിടെ ഒരു പ്രത്യേകതരം വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. എല്ലാവരും കാണാവുന്ന പോലെ ഇതൊരു ട്രേഡിംഗ് ഗ്രാഫാണ്. പക്ഷെ ഞാൻ ഇത് എടുക്കാൻ പോകുന്നത് നെക്സ്റ്റ് വീക്കിലാണ് റിട്ടേൺ എടുക്കാൻ പോകുന്നത്. കണ്ടോ, February 7th സാറ്റർഡേ. ഞാൻ എടുക്കാൻ പോകുന്നത് February 9th മൺഡേ ടു ഫ്രൈഡേ. അന്ന് ഏതെങ്കിലും ഒരു ദിവസം എടുക്കാൻ പോകുന്നത് ട്രേഡിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇത് ജർമ്മൻ 40 ഇൻഡെക്സ് ഗ്രാഫാണ്. ഫോറക്സും എല്ലാം ഞാൻ ട്രേഡ് ചെയ്യാറുണ്ട്. പക്ഷെ ഇതെന്റെ ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ട് ഞാൻ പറയുന്നതേ ഉള്ളൂ എങ്ങനെയാണെന്നൊക്കെ. ഞാൻ ഒരു ടോപ്പ് ഡൗൺ അനാലിസിസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാ ടൈം ഫ്രെയിമും എവിടൊക്കെയാണെന്ന്, ബുള്ളിഷ് ആണോ ബെയറിഷ് ആണോ എന്ന്. പിന്നെ അപ്കമിങ് വീഡിയോസ് എല്ലാം പറഞ്ഞു തരാം. നമുക്കിവിടെ കാണാൻ പറ്റും. ഇവിടെ കൺസോളിഡേറ്റിംഗ് ആയിരുന്നു. മാർച്ച് 25-ാം തീയതി തൊട്ട് ഡിസംബർ 25-ാം തീയതി വരെ കൺസോളിഡേറ്റിംഗ് ആയിരുന്നു. ജനുവരി 5-ാം തീയതി 2026 ഇത് ബ്രേക്ക് ആയത്. നമ്മുടെ കൺസോളിഡേഷൻ ബ്രോക്ക് ആയത്. ഇവിടെ വീക്ക്ലി ടൈം ഫ്രെയിം ബുള്ളിഷ് ആണ്. നിങ്ങൾക്ക് എല്ലാവരും കാണാം. ഇതാണ് ഹൈ ലോ, ഇതാണ് ഹയർ ഹൈ. ഞാൻ അടുത്ത വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം എല്ലാം എങ്ങനെ ടോപ്പ് ഡൗൺ അനാലിസിസ് ചെയ്യേണ്ടതെന്ന്. നമുക്കിവിടെ കാണാം കൺസോളിഡേറ്റിംഗ് ഡെയിലി ടൈം ഫ്രെയിം ആണ്. ബ്രോക്കായി റീടെസ്റ്റ് ചെയ്യാൻ വന്നിരിക്കുകയാണ്. ഇവിടെ നമുക്ക് ബ്യൂട്ടിഫുൾ ഇൻഗോൾഫിംഗ് ക്യാൻഡിൽ സ്റ്റിക്ക് കാണാൻ പറ്റും. നമുക്ക് വേണമെങ്കിൽ ഈ ട്രേഡ് ഇപ്പോൾ എൻട്രി ചെയ്യാം. നമ്മുടെ സപ്പോർട്ടിന്റെ താഴെ സ്റ്റോപ്പ് ലോസ് വെച്ച് ഇങ്ങനെ എൻട്രി ചെയ്യാം, തെറ്റൊന്നുമില്ല. നമുക്ക് നമ്മൾ ട്രേഡർ എന്ന് വെച്ചാൽ നമുക്ക് ലോ റിസ്കി ഹൈ റിവാർഡ് ആണ് നമുക്ക് വേണ്ടത്. നമ്മൾ ഡെയിലി ടൈം ഫ്രെയിം ബെയറിഷ് ആണ്. നിങ്ങൾ കാണുക, ഡെയിലി ടൈം ഫ്രെയിം ബെയറിഷ് ആണ്. ഈ ക്യാൻഡിൽ സ്റ്റിക്ക് ഇതിന് ക്ലോസ് ചെയ്താൽ മാത്രമേ നമുക്ക് ഡെയിലി ടൈം ഫ്രെയിം ബുള്ളിഷ് ആകത്തുള്ളൂ. അത് നമ്മൾ മൈൻഡിൽ വെക്കണം. ഇതാണ് അതിന്റെ 4 hour ചാർട്ട്. 4 hour ചാർട്ട് നമുക്ക് കാണാം. നല്ലൊരു പുഷാണ് നമ്മുടെ സപ്പോർട്ടിൽ നിന്ന് കിട്ടിയിരിക്കുന്നത്. നമുക്ക് ഈ ട്രേഡ് എൻട്രി ചെയ്യാനായിട്ട് നമുക്കൊന്നെങ്കിൽ ഇതിങ്ങനെ പോയിട്ട് ഈ ഡെയിലി ടൈം ഫ്രെയിം ബുള്ളിഷ് ആയിട്ട് ഇവിടെ റീടെസ്റ്റ് ചെയ്യണം. എന്നിട്ട് ഇവിടുന്ന് 2 സിഗ്നൽ കിട്ടും. അല്ലെങ്കിൽ നമ്മൾ ഇവിടെ വരും, ഡീപ്പ് പുൾ ഡൗൺ ആയിട്ട് നമുക്ക് ഇത് റീടെസ്റ്റ് ചെയ്യാൻ വന്നിട്ട് ഇവിടുന്ന് 2 സിഗ്നൽ കിട്ടും. അല്ലെങ്കിൽ ഇവിടുന്ന് ഇങ്ങനെ നമുക്ക് എൻട്രി ചെയ്യാം. റീടെസ്റ്റ് ചെയ്ത് ഇങ്ങനെ നമുക്ക് എൻട്രി ചെയ്യാം. ഇതാണ് മോസ്റ്റ് ഓഫ് ഓൾ ട്രേഡേഴ്സ് എൻട്രി ചെയ്യുന്നത്. താഴെ റിസ്ക് വെക്കുക, അല്ലെങ്കിൽ ഇവിടെ തന്നെ റിസ്ക് വെക്കുക. ഇതെല്ലാം നിങ്ങളുടെ ഇഷ്ടമാണ്. So I hope you find this video interesting. ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ട് എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. So next video I will explain everything better. പിന്നെ ഒരു കാര്യം, നമ്മൾ എൻട്രി ചെയ്യുമ്പോൾ നമുക്കൊരു ക്യാൻഡിൽ സ്റ്റിക്ക് കൺഫർമേഷൻ ക്യാൻഡിൽ സ്റ്റിക്ക് വേണം. ഇതുണ്ട്, ഈ സപ്പോർട്ട് വന്നിട്ട് മണ്ടയ്ക്കോട്ട് പോകും. whenever we are above we buy, we below we sell. ഇവിടെ നിന്ന് നമുക്കൊരു ഇങ്ങനൊരു എൻഗോൾഫിംഗ് ക്യാൻഡിൽ സ്റ്റിക്ക് വേണം, അല്ലെങ്കിൽ ഒരു 3 സ്റ്റാർ ക്യാൻഡിൽ സ്റ്റിക്ക് ആണെങ്കിലും മതി.